ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് ഹൈവേയിൽ കയറി. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറായ ഡൗക്കിയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ വൻമലകൾ ഇടിച്ചു നിർത്തുന്ന ഭീകരമായ ദൃശ്യങ്ങൾ കണ്ടു നിർത്തിയതാണ്. ഈ കാണുന്ന മലയിലൂടെയാണ് ഡൗക്കിയിലേക്കുള്ള ഹൈവേ പോകുന്നത്. നാലര കഴിഞ്ഞപ്പോൾ ഡൗക്കിയിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലെത്തി. ഇതാണ് ഇന്ത്യയുടെ അവസാനത്തെ പോയിന്റ്. ഇതിനപ്പുറം കടക്കണമെങ്കിൽ നമ്മൾ വിസ എടുക്കണം. സൂര്യൻ അസ്തമിച്ചതോടെ നമ്മുടെ BSF സൈനികൻ പതാക താഴ്ത്തുന്നത് കണ്ടു നിന്നു. ഡൗക്കിയിൽ താമസ സൗകര്യങ്ങൾ തീരെ കുറവാണ്. ഞങ്ങൾ താമസിച്ചത് വളരെ മോശമായ ഒരു ഹോം സ്റ്റേ ആയിരുന്നതിനാൽ പിറ്റേന്ന് രാവിലെ അലാം അടിക്കുന്നതിന് മുന്നേ തനിയെ എഴുന്നേറ്റു. വീണ്ടും ബോർഡറിലേക്ക്. ഈ കിടക്കുന്ന പഴയ ലോറികളാണ് ബംഗ്ലാദേശിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിനായി പെർമിറ്റുള്ളവ. ചെക്ക് പോസ്റ്റ് തുറന്നാലിടാൻ പാസ്പോർട്ടും വിസയും ഇല്ലാതെ ബംഗ്ലാദേശിലേക്ക് കിടക്കാൻ നോക്കി നിൽക്കുന്ന 3 പേർ. 5:45 ഉള്ളൂ. ചെക്ക് പോസ്റ്റ് തുറക്കാൻ 6 മണിയാവുമെന്നറിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് എന്നറിഞ്ഞപ്പോൾ BSF ഉദ്യോഗസ്ഥർക്ക് അത്ഭുതം. അല്പനേരം സൂര്യോദയം നോക്കി നിന്നു. അടുത്തത് ഡൗക്കി നദിയിലെ ബോട്ടിംഗ് ആണ്. അടിത്തട്ട് വരെ ക്ലിയറായി കാണാവുന്ന ഡൗക്കി നദിയുടെ ഫോട്ടോകൾ പ്രശസ്തമാണ്. ഇതിനപ്പുറം ബംഗ്ലാദേശാണ്. മുകളിൽ BSF കാവലുണ്ടെങ്കിലും അല്പം പണിപ്പെട്ടാൽ ഒരു ബംഗ്ലാദേശിക്ക് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. സഞ്ചാരികൾ വന്നു തുടങ്ങാത്തതിനാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും ബോട്ടുകൾ ഈ നദിയിലേക്ക് ഇറങ്ങിയാൽ എന്താവും അവസ്ഥ എന്ന് ചോദിച്ചാൽ മതി. ഞങ്ങൾ ബോട്ടിംഗ് തുടങ്ങി. ഉംകോട്ട് റിവർ എന്നും അറിയപ്പെടുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നദികളിൽ ഒന്നായി കരുതപ്പെടുന്നു. ഡൗക്കിയിൽ ഇപ്പോഴും വികസനം എത്തിയിട്ടില്ല. ഹൈവേ പോലും പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം ഇവിടേക്ക് വരുന്ന വഴി അവസാനത്തെ ഒരു 20-30 കിലോമീറ്റർ ദുരിതമായിരുന്നു. മുകളിൽ കാണുന്നത് 1932 ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. ഡൗക്കി സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇന്നലെ വൈകുന്നേരം ആ പാലത്തിൽ വൻ ഗതാഗതക്കുരുക്കായിരുന്നു. ബോട്ടിങ്ങിന് 45 മിനിറ്റിന് 800 രൂപ, 1 മണിക്കൂർ 1000 രൂപ, 2 മണിക്കൂർ 2000, അങ്ങനെ പോകും. ബോട്ടിൻ്റെ റേറ്റാണത്. അത് പറഞ്ഞുറപ്പിച്ച ശേഷം മാത്രം കയറുക. ഒരു ബോട്ടിൽ 3 പേരെ വരെ കയറ്റുമെന്ന് തോന്നുന്നു. നദിയുടെ അടിത്തട്ടിലെ കല്ലുകൾ കാണുന്നുണ്ട്. ആ കാണുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തി തിരിച്ചു കൊണ്ടുവരും. വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുന്നത് കാണാൻ നല്ല രസമാണ്. അവിടെയുള്ള കടയിൽ നിന്നും ഒരു ചായ കുടിക്കാൻ ബോട്ടുടമ ക്ഷണിച്ചത് സമയം കൂട്ടാനുള്ള തന്ത്രമാണെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി.
അല്പനേരം ഫോട്ടോഷൂട്ടിനായി ചിലവഴിച്ചു. മഴക്കാലത്ത് ഈ കല്ലുകൾ മൂടി വെള്ളം ഒഴുകുമെന്ന് അയാൾ പറഞ്ഞു. സഞ്ചാരികൾ വന്നു തുടങ്ങി. ഈ ടെൻറ്റുകൾ ദിവസം 1000 രൂപയ്ക്ക് വാടകയ്ക്ക് നൽകാൻ കെട്ടിയിരിക്കുന്നതാണ്. രാത്രി മഴ പെയ്ത് മലവെള്ളപ്പാച്ചിലുണ്ടായാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇവിടെ തങ്ങുന്നവർ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എങ്ങനെയാണോ എന്തോ. നദിയുടെ ഈ ഒരു ഭംഗി മഴ പെയ്യുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കാനാവില്ല. അപ്പോൾ ഏതൊരു നദിയെയും പോലെ കലങ്ങി മറിഞ്ഞാവും ഡൗക്കിയം ഒഴുകുന്നത്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ബംഗ്ലാദേശി വിൽപ്പനക്കാർ ചുറ്റിനും കൂടി. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നടന്നു. തിരിച്ചു കയറുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ്. ഒരു ചന്തയാണെന്ന് തോന്നുന്നു. വെറ്റില നിറച്ച കൊട്ടകളുമായി നിൽക്കുന്ന സ്ത്രീകൾ. ഇലകൾ ബംഗ്ലാദേശിലേക്കാവും. തിരികെ പോകുമ്പോൾ ഡൗക്കി സസ്പെൻഷൻ ബ്രിഡ്ജ് കഴിഞ്ഞ് മുകളിൽ നിന്ന് നോക്കി. ഡൗക്കി റിവർ ബംഗ്ലാദേശിലേക്ക് കിടക്കുമ്പോൾ രണ്ടായി തിരിയുന്നതിൽ ഒഴുക്കില്ലാത്ത ഒരു ഭാഗമാണ് ഈ കാണുന്നത്. വന്ന റോഡ് വളരെ മോശമായതിനാൽ തിരികെ പോരുമ്പോൾ റിവേ വഴിയുള്ള റോഡ് തിരഞ്ഞെടുത്തു. പോകുന്ന വഴിയിൽ ബംഗ്ലാദേശുമായുള്ള അതിർത്തികളെ വേലിയിട്ടിരിക്കുന്നു. ഇവിടെ ബോർഹിൽ ഫാൾസ് എന്നൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ വഴിയെക്കുറിച്ചുള്ള സംശയം തീർക്കാൻ ഇടയ്ക്കേണ്ട BSF പോസ്റ്റിൽ അന്വേഷിച്ചു. അപ്പോഴതാ അവിടെ ഒരു മലയാളി ജവാൻ, മലപ്പുറം സ്വദേശി രാജേഷ്. അദ്ദേഹവുമായി അല്പനേരം സംസാരിച്ച് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനി അടുത്ത ലക്ഷ്യമായ ചിറാപ്പുഞ്ചിയിലേക്ക്.